കന്മഷലോകത്തിൽ നീ കാരുണ്യത്തിൻ കൈവിളക്കായി കന്മഷലോകത്തിൽ നീ പുണ്യം ചാർത്തി നന്മ തൂകി നിൽക്കും വിജയമാതാ. പുണ്യം ചാർത്തി നന്മ തൂകി നിൽക്കും വിജയമാതാ. സ്വർഗ്ഗറാണി യേശുവിൻ നന്ദികേ വാഴ്ത്തുന്നങ്ങേ വിജയമാതാ. മക്കളെ കാക്കണേ. ദുഃഖഭാരത്താൽ തളർന്നിടുമ്പോൾ ആശ്വാസമാരിയായി നീ. ദുഃഖഭാരത്താൽ തളർന്നിടുമ്പോൾ ആശ്വാസമാരിയായി നീ. ചാരയെത്തും മക്കൾക്കമ്മേ നൽവരം നൽകണമേ. ചാരയെത്തും മക്കൾക്കമ്മേ നൽവരം നൽകണമേ. മരിയേ സ്വർഗ്ഗറാണി യേശുവിൻ നന്ദികേ വാഴ്ത്തുന്നങ്ങേ വിജയമാതാ. മക്കളെ കാക്കണേ. മരിയേ സ്വർഗ്ഗറാണി യേശുവിൻ നന്ദികേ വാഴ്ത്തുന്നങ്ങേ വിജയമാതാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഏറ്റവും കാഠിന്യമുള്ള ഹൃദയങ്ങളെയും ജയിച്ചു കീഴടക്കുന്നതിന് അങ്ങേ പുത്രനോട് സ്വാധീന ശക്തിയുള്ളവളെ, ഓ പരിശുദ്ധ വിജയമാതാവേ, ഞങ്ങൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരുടെ ഹൃദയങ്ങൾ അങ്ങേ പുത്രന്റെ കൃപാരശ്മിയാൽ മാർദ്ദവപ്പെട്ട് സത്യവിശ്വാസത്തിന്റെ ഐക്യത്തിലേക്ക് പിന്തിരിഞ്ഞു വരുന്നതിന് അങ്ങ് മാധ്യസ്ഥം വഹിക്കണമേ. പാപമില്ലാതെ ഉത്ഭവിച്ച ഓ പരിശുദ്ധ മറിയമേ, അങ്ങയോട് യാചിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദുഃഖിതരുടെ മാതാവേ, ദൈവ തിരുമനസ് എല്ലാറ്റിനും ഉപരിയായി തിരഞ്ഞെടുക്കണമെന്ന് ദുഃഖത്തിന്റെ അഗാധത്തിൽ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഓ ഞങ്ങളുടെ പരിശുദ്ധ വിജയമാതാവേ, മിശിഹായോടുള്ള സ്നേഹത്തെ കുറിച്ച് ഞങ്ങളോട് കരുണ തോന്നി അപേക്ഷകൾ സ്വീകരിക്കണമേ. ആമേൻ. ആദ്യ പാപത്തിന്റെ കറയില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ വിജയമാതാവേ, അമ്മയുടെ മുൻപിൽ ഒന്നിച്ചുകൂടിയിരിക്കുന്ന ഈ മക്കളെ തൃക്കൺ പാർക്കണമേ. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവർക്കെല്ലാം വിജയം നൽകി അനുഗ്രഹിക്കുന്ന പരിശുദ്ധ വിജയമാതാവേ, അമ്മയുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ ദേവാലയത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ മധ്യസ്ഥ സഹായത്തിനായി കാഴ്ചവെക്കുന്നു. ദുഃഖങ്ങളെ സന്തോഷമാക്കിയും പരാജയങ്ങളെ വിജയങ്ങളാക്കിയും നിരാശയുടെ ഘട്ടങ്ങളെ പ്രത്യാശാപൂരിതമാക്കിയും വിജയമാതാവായ രക്ഷകന്റെ അമ്മേ, ഞങ്ങളുടെ വ്യക്തിജീവിതങ്ങളിലും ഈ സമൂഹത്തിലും സന്തോഷവും വിജയങ്ങളും പ്രത്യാശയും നൽകി ഞങ്ങളെ സഹായിക്കുവാൻ ഓടിയെത്തണമേ. താങ്ങിത്തരോടുന്ന സ്നേഹം സമൃദ്ധമായി നൽകുന്ന അമ്മേ, കരുണാനിധിയായ കന്യകേ, കണ്ണുനീരിൻ്റെ താഴ്വയിൽ കഷ്ടപ്പെടുന്ന ഈ മക്കൾ അമ്മയുടെ വാത്സല്യമുള്ള കരങ്ങളിൽ സുരക്ഷിതരാണെന്ന് വിശ്വാസപൂർവ്വം ഏറ്റുപറയുന്നു. വിശ്വാസത്തിൻ്റെ വരവും പ്രത്യാശയുടെ കൃപയും ദൈവസ്നേഹത്തിൻ്റെ അനുഭവവും സ്വന്തമാക്കുവാൻ പരിശുദ്ധ വിജയമാതാവേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ വിജയമാതാവേ, അങ്ങേ ശക്തമായ മാധ്യസ്ഥത്താൽ വർഷിക്കപ്പെടുന്ന നിരവധിയായ അനുഗ്രഹങ്ങളോർത്ത് ഞങ്ങൾ അങ്ങയെ വണങ്ങുന്നു. ഞങ്ങളുടെ അമ്മയായും രാജ്ഞിയായും ഞങ്ങൾ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ അങ്ങേക്കുള്ള മാധ്യസ്ഥ ശക്തിയിൽ ഞങ്ങൾ പൂർണ്ണമായ വിശ്വാസവും പ്രത്യാശയും സമർപ്പിക്കുന്നു. അന്ധകാരത്തിലും ആപത്തനർത്ഥങ്ങളിലും വെളിച്ചം തന്നും വിജയകരമായ വലം കൈ നീട്ടിത്തന്നും മക്കളായി ഞങ്ങളെ അവിടുന്ന് പരിരക്ഷിക്കുന്നുവല്ലോ. മഹത്തായ സ്നേഹവാത്സല്യങ്ങളുടെ മായാത്ത രൂപവും മുദ്രയുമായിട്ടാണല്ലോ വിജയമാതാവ് എന്ന നാമധേയത്തിൽ അവിടുന്ന് അറിയപ്പെടുന്നതും വിജയ കിരീടം ചൂടി നിൽക്കുന്നതും. ദുഃഖദുരിതങ്ങളുടെ ആഴക്കടലിൽ താഴുമ്പോൾ ആഞ്ഞടിക്കുന്ന അലമാലകൾക്കുപരി ഞങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതും രക്ഷയുടെ തീരത്തേക്ക് ഞങ്ങളെ ആനയിക്കുന്നതും അങ്ങയുടെ കരുത്തുള്ള കരങ്ങളാണ്. ആ മാതൃവാത്സല്യം എന്നും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകമാതാവേ, പാപച്ചേറ്റിൽ വീണ് താഴാതെ ഞങ്ങളെ നിർമ്മലരായി കാത്തു സൂക്ഷിക്കണമേ. വീഴാതെ കാക്കുവാനും വീണാൽ എഴുന്നേൽപ്പിക്കുവാനും പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് അമ്മയുടെ സഹായഹസ്തം നീട്ടിത്തരണമേ. ആമേൻ. പരിശുദ്ധ വിജയമാതാവിൻ്റെ മാധ്യസ്ഥം വഴി നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അമ്മയായ വിജയമാതാവ് വഴി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു എന്നേറ്റു പറയാം. ഞങ്ങളുടെ അമ്മയായ വിജയമാതാവ് വഴി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ചോദിക്കുമ്പോഴെല്ലാം സമൃദ്ധമായ അനുഗ്രഹങ്ങൾ നൽകുകയും ഞങ്ങളുടെ വേദനിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകുകയും ക്ലേശപൂർണമായ ഈ ലോക ജീവിതത്തിൽ പ്രത്യാശ നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതിനെ ഓർത്ത് ഞങ്ങളുടെ അമ്മയായ വിജയമാതാവ് വഴി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധമായ ഈ ദേവാലയത്തിൽ ദിവ്യകാരുണ്യനാഥനിൽ നിന്നും വിജയമാതാവിൻ്റെ തൃക്കരങ്ങളിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ക്രിസ്തീയ കൂട്ടായ്മയുടെ മഹിമയും മാധുര്യവും ചുറ്റും പ്രസരിപ്പിക്കുവാനും ഞങ്ങൾക്ക് അവസരം നൽകുന്നതിനെ ഓർത്ത് ഞങ്ങളുടെ അമ്മയായ വിജയമാതാവ് വഴി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ വിജയമാതാവിൻ്റെ മധ്യസ്ഥത വഴി നിരവധിയായ അനുഗ്രഹങ്ങളും കൃപകളും വർഷിച്ച്
ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഈ സമൂഹത്തെയും സമ്പന്നമാക്കുന്നതിനെ ഓർത്ത് ഞങ്ങളുടെ അമ്മയായ വിജയമാതാവ് വഴി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ വിജയമാതാവേ, അങ്ങ് ഞങ്ങളുടെ അമ്മയായിരുന്ന് ഞങ്ങളെ വഴി നടത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കരയുന്ന മക്കൾക്ക് കരുതലുള്ള സ്നേഹം നൽകി കാക്കുന്ന നാഥേ, അങ്ങ് വീഴുന്നവരെ താങ്ങുന്നവളും വീണവരെ എഴുന്നേൽപ്പിക്കുന്നവളുമാണല്ലോ. അമ്മയുടെ മാധ്യസ്ഥ ശക്തിയാൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അമ്മ സംരക്ഷിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കുരിശിൻ ചുവട്ടിൽ വെച്ച് അമ്മയെ ഞങ്ങൾക്ക് നൽകിയ കർത്താവേ, അമ്മ വഴി ഞങ്ങളെ മക്കളായി സ്വീകരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. നമ്മുടെ നിരവധിയായ നിയോഗങ്ങൾ പരിശുദ്ധ വിജയമാതാവ് വഴി ഈശോയുടെ മുൻപിൽ സമർപ്പിച്ച് പരിശുദ്ധ വിജയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ വിജയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെയും ഇതാ കർത്താവിൻ്റെ ദാസി എന്നേറ്റു പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് കീഴ്വഴങ്ങിയ അമ്മേ, ജീവിത സാഹചര്യങ്ങളിലൂടെ വെളിപ്പെടുന്ന ദൈവഹിതം സന്തോഷപൂർവ്വം സ്വീകരിക്കുവാൻ പരിശുദ്ധ വിജയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ശക്തനായവൻ എന്നിൽ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നുദ്ഘോഷിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയ അമ്മേ, ഞങ്ങളുടെ അനുദിന ജീവിതം ദൈവസ്തുതിയാക്കി മാറ്റുവാൻ പരിശുദ്ധ വിജയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പലവിധ കാരണങ്ങളാൽ നിരാശപ്പെടുന്നവരിലും ജീവിതത്തിൽ ഒറ്റപ്പെടുന്നവരിലും മാനസികമായി ക്ലേശിക്കുന്നവരിലും ശാരീരികമായി തകർക്കപ്പെടുന്നവരിലും ലഹരി വസ്തുക്കളാൽ നശിപ്പിക്കപ്പെടുന്നവരിലും സാമ്പത്തികമായി ഞെരുക്കപ്പെടുന്നവരിലും മിശിഹായുടെ കൃപയും സമാധാനവും സമൃദ്ധമായി സംലഭ്യമാകുവാൻ പരിശുദ്ധ വിജയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിവാഹപ്രായമായിട്ടും പലവിധ കാരണങ്ങളാൽ വിവാഹിതരാകാൻ സാധിക്കാതെ നിൽക്കുന്ന യുവതീ യുവാക്കൾക്കും അവരുടെ വേദനിക്കുന്ന മാതാപിതാക്കൾക്കും വിവാഹിതരായിട്ടും കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്കും അമ്മയുടെ മാധ്യസ്ഥവും മാർഗനിർദ്ദേശവും ലഭിക്കുവാൻ പരിശുദ്ധ വിജയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നൊന്തുനീറുന്ന മനസ്സോടെ ഈ നൊവേനയിൽ സംബന്ധിക്കുന്ന ഏവരുടെയും പ്രത്യേക നിയോഗങ്ങളും ആവശ്യങ്ങളും അങ്ങേ തിരുക്കുമാരിൽ നിന്ന് സാധിച്ചു കിട്ടുവാൻ പരിശുദ്ധ വിജയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മധ്യസ്ഥയായ പരിശുദ്ധ വിജയമാതാവേ, കാനായിലെ കുടുംബത്തിന്റെ ദുഃഖം സന്തോഷമാക്കി മാറ്റിയ രക്ഷകന്റെ അമ്മേ, വിങ്ങുന്ന ഹൃദയവും വിതുമ്പുന്ന മനസ്സുമായി അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്ന ഈ മക്കളുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങി വരണമേ. ഞങ്ങളുടെ ഉത്കണ്ഠകളും ഭയാശങ്കകളും അങ്ങ് ഏറ്റെടുക്കണമേ. സാമ്പത്തിക പ്രശ്നങ്ങളിലും കടബാധ്യതകളിലും ഉഴലുന്നവരെ കൈപിടിച്ചുയർത്തണമേ. തകരുന്ന കുടുംബങ്ങളെ ദൈവസ്നേഹത്തിൽ ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുമക്കളെ വിവേകത്തിലും വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വളർത്തണമേ. യുവജനങ്ങൾക്ക് ലക്ഷ്യബോധവും മാർഗദർശനവും നൽകണമേ. കുടുംബനാഥന്മാരും കുടുംബനാഥകളും ഉത്തരവാദിത്വപൂർണമായ മാതൃകാ ജീവിതം നയിക്കുവാൻ അങ്ങയുടെ വരുത്തണമേ. വാർദ്ധക്യത്തിലിരിക്കുന്നവർക്ക് അങ്ങ് തന്നെ ആശ്വാസവും സാന്ത്വനവും നൽകണമേ. രോഗികൾക്കും പീഡിതർക്കും പ്രത്യാശയേകണമേ. ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടവരെയും ദുഷ്ടതകളിൽ ജീവിക്കുന്നവരെയും മോചിപ്പിക്കണമേ. തൊഴിലാളികൾക്ക് ആരോഗ്യവും ആത്മാർത്ഥതയും നൽകണമേ. പട്ടിണിയും ദാരിദ്ര്യവും പകർച്ചവ്യാധികളും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. ഞങ്ങളുടെ സമൂഹത്തിൽ ഭക്തി ചൈതന്യവും കൂട്ടായ്മയും സമാധാനവും നിലനിർത്തണമേ. ഞങ്ങളുടെ സമർപ്പിതരെയും വൈദികരെയും വിശുദ്ധിയിൽ വളർത്തണമേ. നല്ല ദൈവവിളികൾ നൽകി ഞങ്ങളുടെ ഇടവകയെ സമ്പന്നമാക്കണമേ. പരിശുദ്ധ വിജയമാതാവേ, ഞങ്ങളുടെ അമ്മേ, ഈ വരങ്ങളൊക്കെയും അങ്ങേ തിരുക്കുമാരിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ആമേൻ. സകലത്തിൻ്റെയും നാഥനും സർവശക്തനുമായ പിതാവേ, ത്രിത്വൈക സർവേശ്വര, വിജയമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ആശ്രയിച്ചും അങ്ങേ തിരുക്കുമാരൻ്റെ നാമധേയത്തിൽ വിശ്വസിച്ചും ഞങ്ങൾ സമർപ്പിച്ച ഈ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളെ ആശീർവദിക്കുകയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഞങ്ങൾ നടത്തുന്ന പ്രതിഷ്ഠ കരുണാപൂർവ്വം അങ്ങ് കൈക്കൊള്ളുകയും ചെയ്യണമേ. ആമേൻ.
പ്രതിഷ്ഠാജപം. ഞങ്ങളുടെ മധ്യസ്ഥയും മാതൃകയുമായ പരിശുദ്ധ വിജയമാതാവേ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. അങ്ങയെ ഞങ്ങൾക്ക് സംരക്ഷകയായി തന്ന ദൈവകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അങ്ങേ മാതൃഹൃദയത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളെ മാതൃവാത്സല്യത്തോടെ നിത്യവും കാത്തു സൂക്ഷിക്കണമേ. ലോകമെമ്പാടും ദുരിതമനുഭവിക്കുന്നവരെയും കത്തോലിക്കാ സഭയെ പ്രത്യേകിച്ചും അങ്ങേ വിമല ഹൃദയത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. സുഖത്തിലും ദുഃഖത്തിലും അങ്ങേ പാദാന്തികത്തിൽ ഓടിയെത്തുവാനും ശാന്തിയും സമാധാനവും കണ്ടെത്തുവാനും ഞങ്ങൾക്കിടയാകട്ടെ. അത്ഭുത പ്രവർത്തകയായ വിജയമാതാവേ, ദൈവപുത്രനെ കരങ്ങളിലെടുത്ത കരുണാനിധിയായ കന്യകേ, അങ്ങേ പാദാന്തികത്തിൽ കുമ്പിട്ട് നിൽക്കുന്ന ഞങ്ങളെയും മക്കളായി സ്വീകരിച്ച് അങ്ങേ മാതൃഹൃദയത്തിൽ എന്നും സുരക്ഷിതരായി കാത്തുകൊള്ളണമേ. ആമേൻ. സമാപന പ്രാർത്ഥന. കൃപാപൂരിതയായ പരിശുദ്ധ അമ്മേ, അങ്ങേ തിരുക്കുമാരനാൽ കുരിശിൻ ചുവട്ടിൽ വെച്ച് ഞങ്ങൾക്ക് അവകാശമായി നൽകപ്പെട്ട അമ്മയാണ് അവിടുന്ന് എന്നോർക്കണമേ. ഞങ്ങളെ മക്കളായി സ്വീകരിച്ച ആ നിമിഷത്തെയോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ സന്നിധി ഞങ്ങൾക്കെന്നും ശാന്തി തീരമാകട്ടെ. അവിടുന്ന് എപ്പോഴും ഞങ്ങളെയും ഞങ്ങളുടെ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ അർപ്പിച്ച് നിർമ്മലരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പരിശുദ്ധ വിജയമാതാവിൻ്റെ വിജയഗീതം. പ്രാരംഭ പ്രാർത്ഥന. കനിവൂറുന്ന കണ്ണുകളുമായി കരയുന്ന മക്കളെ കടാക്ഷിക്കുന്ന കനിവിൻ്റെ നാഥ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെയും അങ്ങയെ അനുഗമിച്ച പരിശുദ്ധ കന്യകാമറിയത്തെ ഞങ്ങൾക്ക് അമ്മയായി തന്ന അങ്ങയുടെ അനന്ത സ്നേഹത്തിന് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. വിനയപൂർവ്വം ദൈവഹിതം നിറവേറ്റി വിശ്വസ്തയോടെ ദൈവത്തിനുമുമ്പിൽ ജീവിച്ച് വിജയകിരീടം ചൂടിയ പരിശുദ്ധ വിജയമാതാവേ, അങ്ങേ വിജയഗീതം പാടി അണയുന്ന ഈ മക്കളെ തൃക്കൺ പാർക്കണമേ. വിശ്രമവും വീഴ്ചകളുമില്ലാതെ ദൈവഹിതം മാത്രം നിറവേറ്റിയ അമ്മയുടെ ജീവിതകഥകളെ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ആ സഹന ജീവിതത്തിൻ്റെ വിജയരഹസ്യം ഞങ്ങളും സ്വന്തമാക്കട്ടെ. ദൈവദാനമായ ഈ ജീവിതത്തെ അതിൻ്റെ സുഖദുഃഖങ്ങളോട് ചേർത്ത് വെച്ച് ദൈവ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് ജീവിത വിജയം കൈവരിക്കുവാൻ ഈ തിരുക്കർമ്മം ഞങ്ങളെ സഹായിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. വിജയശ്രീലാളിത കന്യാറാണി ദൂതൻ മൊഴിഞ്ഞൊരു വചനമത് കാതോർത്ത ദൈവ ദുഃഖിതയാകിലും ദാഹിച്ചു ദൈവേഷ്ട പൂർണ്ണതയ്ക്കായി. അകതാരിലാശങ്ക ദൂരയകറ്റി അന്ധത നീക്കിടും നൽവചനം ഹൃത്തതിൽ ഉൾക്കൊണ്ടു മോദമോടെ വിജയപ്പൊൻ തൂവലണിഞ്ഞൊരമ്മ
വിജയ കിരീടമണിഞ്ഞൊരു മാതേശീയാരത്തിൻ കാവൽ വിളക്കേ നിർമ്മല കന്യേ സുരഭില സുമമേ നിൻ ചരണങ്ങളിൽ അഭയം മാതേ. വിജയശ്രീലാളിത കന്യാറാണി ദൂതൻ മൊഴിഞ്ഞൊരു വചനമത് കാതോർത്ത ദൈവദുഃഖിതയാകിലും ദാഹിച്ചു ദൈവേഷ്ട പൂർണ്ണതയ്ക്കായി. ഒന്നാം വിജയഗീതം. മറിയം മംഗളവാർത്ത ശ്രവിക്കുന്നു. ദൈവഹിതത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് വിജയം വരിച്ച പരിശുദ്ധ വിജയമാതാവേ, ഞങ്ങൾ അങ്ങയെ വണങ്ങുന്നു. ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് അനുദിന ജീവിത പ്രശ്നങ്ങളെ സന്തോഷത്തോടെ അഭിമുഖീകരിക്കുവാൻ ഞങ്ങളുടെ അമ്മയെ വിജയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ പുരുഷനറിയാതെ മറിയം ഗർഭിണിയായി കാണപ്പെടുന്നു. മാനഹാനിയും ഒപ്പം ജീവഹാനി തന്നെയും സംഭവിച്ചേക്കാം. എങ്കിലും ദൈവദൂതൻ്റെ വാക്കുകൾ അമ്മ തിരസ്കരിക്കുന്നില്ല. പകരം ദൈവഹിതമാരായുകയാണ്. സ്വയം തീരുമാനമെടുക്കുവാൻ സാധിക്കാത്ത വിധം ജീവിതത്തിൽ പ്രതിസന്ധികളും വേദനകളും അനുഭവപ്പെടുമ്പോഴും പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് ജീവിതത്തെ തള്ളിയിടാതെ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനമെന്നിൽ നിറവേറട്ടെ എന്ന് സന്തോഷപൂർവ്വം ഉരുവിട്ട് ദൈവഹിതത്തിനു മുൻപിൽ സ്വയം സമർപ്പിക്കുകയാണ് അമ്മ ചെയ്തത്. ദൈവഹിതമറിഞ്ഞ് അതിന് കീഴ്വഴങ്ങിയ അമ്മയുടെ മനോഭാവം സ്വന്തമാക്കി സംതൃപ്ത ജീവിതം നയിക്കുവാൻ പരിശുദ്ധ വിജയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിമിഷങ്ങളിൽ ഓമൽ സുതനു പിറന്നിടാനായി വല്ലഭനൗസേപുതാതനൊത്തു ഇടമെന്നു തേടിയലഞ്ഞൊരമ്മ. ദൈവത്തിനരുമ പുത്രനെന്ന് പുൽത്തൊഴുത്തിലേകി ജന്മം നീ, പരിഭവമതില്ല പരാതിയില്ല, ദൈവദാസ്യ സംതൃപ്തി മാത്രം. വിജയ കിരീടമണിഞ്ഞൊരു മാതേശീയാരത്തിൻ കാവൽ വിളക്കേ നിർമ്മല കന്യേ സുരഭില സുമമേ നിൻ ചരണങ്ങളിൽ അഭയം മാതേ. തീവ്രമം നിമിഷങ്ങളിൽ ഓമൽ സുതനു പിറന്നിടാനായി വല്ലഭനൗസേപുതാതനൊത്തു ഇടമെന്നു തേടിയലഞ്ഞൊരമ്മ. രണ്ടാം വിജയഗീതം. പുൽക്കൂട്ടിൽ രക്ഷകന് ജന്മം നൽകുന്നു. ദൈവഹിതത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് വിജയം വരിച്ച പരിശുദ്ധ വിജയമാതാവേ, ഞങ്ങൾ അങ്ങയെ വണങ്ങുന്നു. ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് അനുദിന ജീവിത പ്രശ്നങ്ങളെ സന്തോഷത്തോടെ അഭിമുഖീകരിക്കുവാൻ ഞങ്ങളുടെ അമ്മയെ വിജയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. ദേശത്തിൻ്റെ നിയമമനുസരിക്കുവാൻ യൗസേപ്പ് പിതാവ് ഗർഭിണിയായ മറിയത്തെയും കൂട്ടി ബത്ലഹേമിലേക്ക് പോയി. പ്രസവ സമയമെടുത്ത മറിയത്തിന് വേണ്ടി യൗസേപ്പ് പിതാവ് ഉത്കണ്ഠയോടെ സ്ഥലം അന്വേഷിച്ചു. പക്ഷേ ഒരു വാതിലും ആ ദിവ്യജനനത്തിനായി തുറക്കപ്പെട്ടില്ല. മനുഷ്യർക്ക് നഷ്ടമായ സൗഭാഗ്യം കന്നുകാലികൾ സ്വന്തമാക്കി. പുൽത്തൊട്ടിയിൽ പുൽമെത്തയൊരുങ്ങി തൻ്റെ കുഞ്ഞിനെ, ദൈവത്തിൻ്റെ ഏകപുത്രനെ, കാലിത്തൊഴുത്തിൽ ജന്മം നൽകേണ്ടി വന്നു. എങ്കിലും ആ അമ്മയ്ക്ക് പരാതിയില്ല. പരാതികളില്ലാതെ
പരാതികളില്ലാതെ ജീവിത സാഹചര്യങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനും കുറവുകളെ നിറവുകളാക്കി മാറ്റുവാനുമുള്ള ദൈവശരണം ഞങ്ങൾക്ക് ലഭിക്കുവാൻ പരിശുദ്ധ വിജയമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അന്ധകാരാവൃതഹസ്തമതപ്പോൾ ഉണ്ണിയെ തേടുന്നതറിഞ്ഞ നേരം ആലസ്യം വെടിഞ്ഞുണ്ണിയുമായി ഈജിപ്തിലേക്കോടി വിവശയായി. ക്രൂരമാം ജീവിതയാതനകൾ ഒന്നൊഴിയാതെ നിൻ മാനസത്തിൽ കൂരമ്പുകളായി കാണിറങ്ങി തിരുഹിതം മനസാവരിച്ചൊരമ്മ. വിജയ കിരീടമണിഞ്ഞൊരു മാതേശീയാരത്തിൻ കാവൽ വിളക്കേ നിർമ്മല കന്യേ സുരഭില സുമമേ നിൻ ചരണങ്ങളിൽ അഭയം മാതേ. അന്ധകാരാവൃതഹസ്തമതപ്പോൾ ഉണ്ണിയെ തേടുന്നതറിഞ്ഞ നേരം ആലസ്യം വെടിഞ്ഞുണ്ണിയുമായി ഈജിപ്തിലേക്കോടി വിവശയായി. മൂന്നാം വിജയഗീതം ഈജിപ്തിലേക്കുള്ള പലായനം. ദൈവഹിതത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് വിജയം വരിച്ച പരിശുദ്ധ വിജയമാതാവേ, ഞങ്ങൾ അങ്ങയെ വണങ്ങുന്നു. ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് അനുദിന ജീവിത പ്രശ്നങ്ങളെ സന്തോഷത്തോടെ അഭിമുഖീകരിക്കുവാൻ ഞങ്ങളുടെ അമ്മയെ വിജയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. ഹെറോദേസിന്റെ ക്രൂരതയുടെ വാളിൽ നിന്നും ഉണ്ണീശോയെ രക്ഷപ്പെടുത്തണം. ദൈവം മുന്നറിയിപ്പ് നൽകി, ഉണ്ണിയെയും കൊണ്ട് ഈജിപ്തിലേക്ക് ഓടിപ്പോവുക. കുഞ്ഞിന് ജന്മം നൽകിയ ഉടനെ തന്നെയും ശാരീരിക വേദനകൾ മറന്ന് പ്രതികൂല കാലാവസ്ഥകൾ വകവയ്ക്കാതെ മലമടക്കുകളും മരുഭൂമികളും താണ്ടി ഈജിപ്തിലേക്ക് അമ്മ യാത്രയായി. എന്തിനീ ക്രൂരത? സ്വന്തം പുത്രനെ രക്ഷിക്കുവാൻ ദൈവത്തിനാകില്ലേ എന്ന മാനുഷിക ചോദ്യത്തിന് പ്രസക്തി നൽകിയാൽ മറിയം പരാജയപ്പെട്ടേനെ. എന്നാൽ ദൈവഹിതം അനുഷ്ഠിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തി വിജയം വരിക്കുകയാണ് അമ്മ ചെയ്തത്. ജീവിതാനുഭവങ്ങളിൽ ദൈവഹിതത്തോട് മറുതലിക്കാതെ അനുസരണത്തിൽ സംതൃപ്തി കണ്ടെത്തി ജീവിത വിജയം നേടുവാൻ പരിശുദ്ധ വിജയമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കിരീടമണിഞ്ഞൊരു മാതേശീയാരത്തിൻ കാവൽ വിളക്കേ നിർമ്മല കന്യേ സുരഭില സുമമേ നിൻ ചരണങ്ങളിൽ അഭയം മാതേ. നാലാം വിജയഗീതം. ജെറുസലേം തിരുനാളിൽ ഉണ്ണിയെ കാണാതാകുന്നു. ദൈവഹിതത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട്
വിജയം വരിച്ച പരിശുദ്ധ വിജയമാതാവേ, ഞങ്ങൾ അങ്ങയെ വണങ്ങുന്നു. ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് അനുദിന ജീവിത പ്രശ്നങ്ങളെ സന്തോഷത്തോടെ അഭിമുഖീകരിക്കുവാൻ ഞങ്ങളുടെ അമ്മയെ വിജയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. യഹൂദാചാരങ്ങൾക്ക് മുടക്കം വരുത്താതെയും ദൈവഹിതമനുവർത്തിച്ചും ജീവിച്ചു വന്ന തിരുക്കുടുംബം ആണ്ടുതോറുമുള്ള പെസഹ തിരുനാളിൽ ജെറുസലേം ദേവാലയത്തിൽ പോവുക പതിവാണ്. ഉണ്ണിയേശുവിന് 12 വയസ്സുള്ളപ്പോഴാണ് തിരുനാൾ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അവിടുത്തെ കാണാതാകുന്നത്. ഉത്കണ്ഠയോടെ ഉണ്ണിയെ അന്വേഷിച്ച് ജെറുസലേം ദേവാലയത്തിലേക്ക് അമ്മ തിരിച്ചു പോവുകയാണ്. അവിടെ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് ജ്ഞാനത്തോടും സാമർത്ഥ്യത്തോടും കൂടി സംസാരിക്കുന്ന ഉണ്ണിയെയാണ് അവർ കാണുന്നത്. അവരുടെ ഉത്കണ്ഠയ്ക്ക് അവൻ മറുപടി നൽകി, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചു വന്നത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകേണ്ടവനല്ലേ? മറിയത്തിൻ്റെ മനസ്സിൽ ദുഃഖമുണ്ടായില്ല. മറിച്ച് അവൻ്റെ വാക്കുകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് സംതൃപ്തയാകുകയാണ് അവൾ ചെയ്തത്. മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന അപ്രതീക്ഷിത മറുപടികളിൽ മനസ്സുമടുക്കാതെ അവ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ദൈവഹിതത്തോട് ചേർത്ത് വെച്ച് ധ്യാനിക്കുവാൻ പരിശുദ്ധ വിജയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാനസം ദർശിച്ചതേ കാനായിൽ അന്നമ്മ മധ്യസ്ഥയാ, സമയത്തിൻ തികവിനായി കാത്തിടാതെ പുത്രനെന്നാദ്യാത്ഭുതം ചെയ്തു. തീരം തേടുമീ യാത്ര ഇതിൽ ഓളങ്ങളെതിരെയടിച്ചിടുമ്പോ അമ്മേ നിൻ വിശ്വാസധീരതയിൽ നിൻ മക്കൾ ദർശിപ്പു നവ്യദിത്തി. വിജയ കിരീടമണിഞ്ഞൊരു മാതേശീയാരത്തിൻ കാവൽ വിളക്കേ, നിർമ്മല കന്യേ സുരഭില സുമവേ, നിൻ ചരണങ്ങളിൽ അഭയം ആദേ. മാനസം ദർശിച്ചതേ കാനായിൽ അന്നമ്മ മധ്യസ്ഥയാ, സമയത്തിൻ തികവിനായി കാത്തിടാതെ പുത്രനെന്നാദ്യാത്ഭുതം ചെയ്തു. 5ാം വിജയഗീതം. കാനായിലെ കല്യാണം. ദൈവഹിതത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് വിജയം വരിച്ച പരിശുദ്ധ വിജയമാതാവേ, ഞങ്ങൾ അങ്ങയെ വണങ്ങുന്നു. ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് അനുദിന ജീവിത പ്രശ്നങ്ങളെ സന്തോഷത്തോടെ അഭിമുഖീകരിക്കുവാൻ ഞങ്ങളുടെ അമ്മയെ വിജയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ ഈശോയും പരിശുദ്ധ അമ്മയും സന്നിഹിതരായിരുന്നു. എല്ലാവരും വിവാഹത്തിൻ്റെ ആഘോഷത്തിലും സന്തോഷത്തിലും മുഴുകിയിരിക്കുമ്പോഴും പരിശുദ്ധ അമ്മയുടെ കണ്ണുകൾ ഒഴിഞ്ഞ വീഞ്ഞുകുടങ്ങളിലെത്തി. അതിനു പിറകിൽ നിന്ന് കരയുന്ന കുടുംബനാഥൻ്റെ കണ്ണുനീർ ആ അമ്മ കണ്ടു. അവിടെ വിമർശനമോ പരിഹാസമോ കുറ്റപ്പെടുത്തലോ ഉണ്ടായില്ല. സ്വന്തം മകനിൽ അതിന് പരിഹാരം കണ്ടെത്തുവാൻ അമ്മ ശ്രമിക്കുകയാണ്. എൻ്റെ സമയം ഇനിയും ആയിട്ടില്ലെന്ന് മറുപടി. എങ്കിലും അമ്മ പിന്മാറിയില്ല. ദൈവപുത്രനിൽ പൂർണ്ണ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അമ്മയ്ക്കടുത്ത അധികാരത്തോടെ മകൻ്റെ മുന്നിൽ നിന്ന് പരിചാരകരോട് പറഞ്ഞു, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ. കല്യാണ വിരുന്ന് മേൽത്തരം വീഞ്ഞുകൊണ്ട് സമ്പന്നമായി. കുടുംബനാഥൻ്റെ സങ്കടം സന്തോഷമായി മാറി. അവിടെ തീർന്നൊഴിഞ്ഞതെല്ലാം നിറഞ്ഞു തുളുമ്പി. ഉറച്ച വിശ്വാസത്തോടും
ദൈവമക്കൾക്കടുത്ത സ്വാതന്ത്ര്യത്തോടും കൂടി ദൈവമക്കൾക്കടുത്ത സ്വാതന്ത്ര്യത്തോടും കൂടി ഈശോയോട് പ്രാർത്ഥിക്കുവാനുള്ള അനുഗ്രഹത്തിനായി പരിശുദ്ധ വിജയമാതാവേ പരിശുദ്ധ വിജയമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കാൽവരി മാമല തന്നിലിതാ ദർശിക്കുന്നമ്മ തന്നോമനയെ ലോകപാപത്തിൻ ക്രൂശുമായി നിന്ദിതനായി തീർത്തും അവശനായി. ഹൃദയരക്തം മിഴിനീർക്കണമായി ഇറ്റിറ്റൊഴുകിടും വേളയിലും ദൈവഹിതത്തിൻ വിധേയത്വം വർണ്ണനാതീതം നീ അതിധന്യ. വിജയ കിരീടമണിഞ്ഞൊരു മാതേശീയാരത്തിൻ കാവൽ വിളക്കേ നിർമ്മല കന്യേ സുരഭില സുമവേ നിൻ ചരണങ്ങളിൽ അഭയം മാതേ. കാൽവരി മാമല തന്നിലിതാ ദർശിക്കുന്നമ്മ തന്നോമനയെ ലോകപാപത്തിൻ ക്രൂശുമായി നിന്ദിതനായി തീർത്തും അവശനായി. ആറാം വിജയഗീതം. ഈശോയെ കാൽവരി യാത്രയിൽ കണ്ടുമുട്ടുന്നു. ദൈവഹിതത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് വിജയം വരിച്ച പരിശുദ്ധ വിജയമാതാവേ ഞങ്ങൾ അങ്ങയെ വണങ്ങുന്നു. ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് അനുദിന ജീവിത പ്രശ്നങ്ങളെ സന്തോഷത്തോടെ അഭിമുഖീകരിക്കുവാൻ ഞങ്ങളുടെ അമ്മയെ വിജയമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കിയ പൊന്നോമന മകൻ അന്യായമായി കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടു. താങ്ങാനാവാത്ത ഭാരം നിറഞ്ഞ മരക്കുരിശും പേറി കാൽവരിയിലേക്കുള്ള വഴിയിലൂടെ യാത്ര ചെയ്യുന്നു. വഴിയിൽ പലതവണ മുഖം കുത്തി വീണു. ഇടയ്ക്കിടെ പടയാളികളുടെ പീഡനവും പരിഹാസവും. വ്രണിതമായ ശരീരം രക്തപശയിൽ വിണ്ടുകീറിയിരിക്കുന്നു. ഹൃദയമുള്ളവരുടെയെല്ലാം ഹൃദയം തകർക്കപ്പെടുന്ന കാഴ്ച. സ്വന്തം അമ്മയുടെ ഹൃദയവേദന എങ്ങനെ വർണ്ണിക്കാനാകും? എങ്കിലും പരിശുദ്ധ അമ്മ യാതൊരു പരാതിയും കൂടാതെ സ്വന്തം മകൻ്റെ കുരിശ് യാത്ര നോക്കിക്കാണുന്നു. ഹൃദയം തകർക്കപ്പെടുന്ന വേദനയുടെ നിമിഷത്തിലും ശാന്തത കൈവിടാതെ ദൈവവഴി പിന്തുടരുവാനുള്ള അനുഗ്രഹം പരിശുദ്ധ വിജയമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപമെശാത്തവൻ പാപികൾക്കായി കാൽവരിയിൽ സ്നേഹയാഗമായി സർവം സഹിച്ചതിധീരമായി സഹരക്ഷകയായി പുത്രനൊപ്പം. ജീവിത കാൽവരി ക്രൂശത്തിനാൽ ഇടനെഞ്ചിൽ നോവുകൾ വിങ്ങും നേരം അമ്മേ നിന്നാത്മബലത്തിനുറവ കനിവാർന്നൊഴുക്കണേ സഹനപുത്രി. വിജയ കിരീടമണിഞ്ഞൊരു മാതേശീയാരത്തിൻ കാവൽ വിളക്കേ നിർമ്മല കന്യേ സുരഭില സുമവേ നിൻ ചരണങ്ങളിൽ അഭയം മാതേ. പാപമെശാത്തവൻ പാപികൾക്കായി കാൽവരിയിൽ സ്നേഹയാഗമായി സർവം സഹിച്ചതിധീരമായി സഹരക്ഷകയായി പുത്രനൊപ്പം. ഏഴാം വിജയഗീതം. ഈശോയുടെ കുരിശുമരണം. ദൈവഹിതത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് വിജയം വരിച്ച പരിശുദ്ധ വിജയമാതാവേ ഞങ്ങൾ അങ്ങയെ വണങ്ങുന്നു.
ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് അനുദിന ജീവിത പ്രശ്നങ്ങളെ സന്തോഷത്തോടെ അഭിമുഖീകരിക്കുവാൻ ഞങ്ങളുടെ അമ്മയെ വിജയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. മനുഷ്യന്റെ ക്രൂരതയുടെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തുവാൻ കാൽവരിയുടെ പരുക്കൻ പാറക്കൂട്ടം സജ്ജമായി. ആ ക്രൂരതയ്ക്ക് മുകളിലും പിതാവിൻ്റെ സ്നേഹഹൃദയം വാചാലമായി. രണ്ടു കള്ളന്മാരുടെ മധ്യേ ഒരു മരക്കുരിശിൽ പിതാവിൻ്റെ ഏകപുത്രൻ സ്നേഹബലിക്കുള്ള ബലിമൃഗമായി. പടയാളികൾ മുൾമുടി അണിയിച്ചുകൊണ്ട് അവിടുത്തെ രാജാവായി പരിഹസിച്ചു. മുഖത്ത് തുപ്പിക്കൊണ്ട് അവഹേളിച്ചു. ദൈവപുത്രനെങ്കിൽ കുരിശിൽ നിന്നിറങ്ങി വരികയെന്ന് വെല്ലുവിളിച്ചു. എല്ലാറ്റിനെയും തൃണവൽ ഗണിച്ചുകൊണ്ട് അവിടുന്ന് ആ സ്നേഹയാഗം പൂർത്തിയാക്കി. എല്ലാം കണ്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ച് കുരിശിനു താഴെ പരിശുദ്ധ അമ്മ നിലയുറപ്പിച്ചു. ആ സ്നേഹയാഗത്തിന് സാക്ഷ്യം വഹിച്ചു. അമ്മയുടെ മനസ്സിൽ ഭീതിയില്ല, കണ്ണുകളിൽ നിരാശയില്ല, മുഖത്ത് പരിഭവമില്ല. ജീവിത സാഹചര്യങ്ങളിൽ ഏറ്റുവാങ്ങേണ്ടി വരുന്ന അപ്രതീക്ഷിത ദുരന്തങ്ങളിൽ നിരാശയ്ക്ക് അടിമപ്പെടാതിരിക്കുവാൻ പരിശുദ്ധ വിജയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ുമ്പോഴും അന്ത്യസമാനമായി കനിഞ്ഞരുളി പാപികൾക്കായി തൻ സ്വന്ത ജനനിയെ സ്നേഹത്താൽ സ്വയം മറന്നാ കുമാരൻ. കർത്താവിൻ ദാസിയായി വിനയമോടെ ജീവിത നൗക തെളിച്ചൊരമ്മ, വിജയ കിരീടമണിഞ്ഞ കന്യ മാനവകുലത്തിനമ്മയായി. വിജയ കിരീടമണിഞ്ഞൊരു വാദേശിയാരത്തിൻ കാവൽ വിളക്കേ, നിർമ്മല കന്യേ സുരഭില സുമവേ, നിൻ ചരണങ്ങളിൽ അഭയം ആദേ. പ്രാണവേദനയാറുകുമ്പോഴും അന്ത്യസമാനമായി കനിഞ്ഞരുളി പാപികൾക്കായി തൻ സ്വന്ത ജനനിയെ സ്നേഹത്താൽ സ്വയം മറന്നാ കുമാരൻ. എട്ടാം വിജയഗീതം. രക്ഷകന്റെ അമ്മ ലോകം മുഴുവന്റെയും അമ്മയാകുന്നു. ദൈവഹിതത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് വിജയം വരിച്ച പരിശുദ്ധ വിജയമാതാവേ, ഞങ്ങൾ അങ്ങയെ വണങ്ങുന്നു. ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് അനുദിന ജീവിത പ്രശ്നങ്ങളെ സന്തോഷത്തോടെ അഭിമുഖീകരിക്കുവാൻ ഞങ്ങളുടെ അമ്മയെ വിജയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. 33 വർഷത്തെ ലോകജീവിതം കുരിശിലൊതുക്കി പിതാവിനർപ്പിച്ച് സ്ഥലകാലങ്ങൾക്ക് അതീതനാകുന്ന ഈശോ ഈ ലോകത്തിലിനി സ്വന്തമായുള്ളത് തൻ്റെ അമ്മ മാത്രം. ഈ ലോകത്തിലേക്കുള്ള തൻ്റെ മനുഷ്യജീവിതത്തിന് കളമൊരുക്കിയ ആ അമ്മയെ ഈശോ ലോകത്തിന് മുഴുവനുമുള്ള സ്നേഹ സമ്മാനമാക്കി. കുരിശിന് താഴെ നിന്നിരുന്ന തൻ്റെ പ്രിയ ശിഷ്യനോടരുളി, ഇതാ നിന്റെ അമ്മ. ആ നിമിഷം മുതൽ രക്ഷകൻ്റെ അമ്മ മനുഷ്യകുലം മുഴുവൻ്റെയും അമ്മയായി. ലോകരക്ഷകന് വേണ്ടി ഏറ്റെടുത്ത എല്ലാ സഹനങ്ങൾക്കുമുള്ള വിശിഷ്ട ബഹുമതിയായിരുന്നു അമ്മയുടെ ലോകമാതാവെന്ന സ്ഥാനം. ഞങ്ങളെ സമീപിക്കുന്നവരെ മാതൃസഹജമായ സ്നേഹത്തോടെ ശുശ്രൂഷിക്കുവാനും പരിഗണിക്കുവാനുമുള്ള വിശാല ഹൃദയം ഞങ്ങൾക്കുണ്ടാകുവാൻ പരിശുദ്ധ വിജയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മാവിൽ പൂരിതയായ കന്യ
രക്ഷകൻ ദൈവത്തെ ഉള്ളറിഞ്ഞ് ആമോദാൽ വാഴ്ത്തിപ്പാടിടുന്നു. ദാസീതൻ ആനന്ദത്തേരിലേറി. വിജയശ്രീലാളിത ത്രിലോകറാണി മനതാരിൽ മണിവീണ മീട്ടുമമ്മേ. പ്രാർത്ഥനാമലരുകളർപ്പിച്ചണയും ഞങ്ങളിൽ ചൊരിയണേ വിജയസ്മിതം. വിജയ കിരീടമണിഞ്ഞൊരു മാതേശീയാരത്തിൻ കാവൽ വിളക്കേ നിർമ്മല കന്യേ സുരഭില സുമവേ നിൻ ചരണങ്ങളിൽ അഭയം ആദേ. ആത്മാവിൽ പൂരിതയായ കന്യ രക്ഷകൻ ദൈവത്തെ ഉള്ളറിഞ്ഞ് ആമോദാൽ വാഴ്ത്തിപ്പാടിടുന്നു. ദാസീതൻ ആനന്ദത്തേരിലേറി. 9-ാം വിജയഗീതം. മറിയം ത്രിലോകറാണിയായി കിരീടം ധരിപ്പിക്കപ്പെടുന്നു. ദൈവഹിതത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് വിജയം വരിച്ച പരിശുദ്ധ വിജയമാതാവേ, ഞങ്ങൾ അങ്ങയെ വണങ്ങുന്നു. ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് അനുദിന ജീവിത പ്രശ്നങ്ങളെ സന്തോഷത്തോടെ അഭിമുഖീകരിക്കുവാൻ ഞങ്ങളുടെ അമ്മയെ വിജയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. ലോകരക്ഷകന് ജന്മം നൽകുവാൻ പാപരഹിതയാക്കി തനിക്ക് ജന്മം തന്ന ദൈവത്തെ അമ്മ അറിഞ്ഞു. സമ്പൂർണ്ണ സംതൃപ്തിയോടെ ആ ദൈവത്തിൻ്റെ ദാസിയായി സ്വയം സമർപ്പിച്ചു. ആ ദാസ്യത്തിൽ നിന്നുകൊണ്ട് രക്ഷകനായ ദൈവത്തിൽ അമ്മ ആനന്ദം കണ്ടെത്തുകയാണ്. മാനുഷിക തലത്തിൽ ഒരു കന്യകയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതിലപ്പുറം എളിമയുടെ, വിശ്വാസധീരതയുടെ, പ്രത്യാശയുടെ വലിയ സുവിശേഷ പ്രഘോഷണമായിരുന്നു അമ്മയുടെ ജീവിതം. സഹന ജീവിതത്തിലും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നുവെന്ന് പ്രകീർത്തിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയ അമ്മ വിജയ ശ്രീലാളിതയായി, സ്വർലോകറാണിയായി കിരീടം ധരിപ്പിക്കപ്പെട്ടു. ജീവിത സമരത്തിൽ വീണുപോകാതെ വിശ്വസ്തതയും വിനയവും ആയുധമാക്കി വിശുദ്ധിയുടെ പാതയിൽ ചരിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനുള്ള കൃപയ്ക്കായി ത്രിലോകറാണിയായ പരിശുദ്ധ വിജയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രാജാധിരാജനു ജന്മമേകി സർവജനങ്ങൾക്കും അമ്മയായി നീ. ഉന്നുഷസിൻ പുതുരശ്മി പോലെ തൂവെണ്മ തൂകുമൊരാശാദീപം. നൈരാശ്യക്കനലിലെരിഞ്ഞൊഴുകും ആശ്രിതർക്കഭയം നൽകുമമ്മേ. മിഴിനീർ കണമൊരു തേൻമലരാക്കി ആശ്വാസപ്പൂമഴ ചൊരിഞ്ഞിടണേ. വിജയ കിരീടമണിഞ്ഞൊരു മാതേശീയാരത്തിൻ കാവൽ വിളക്കേ നിർമ്മല കന്യേ സുരഭില സുമവേ നിൻ ചരണങ്ങളിൽ അഭയം ആദേ. രാജാധിരാജനു ജന്മമേകി സർവജനങ്ങൾക്കും അമ്മയായി നീ. ഉന്നുഷസിൻ പുതുരശ്മി പോലെ തൂവെണ്മ തൂകുമൊരാശാദീപം. സമാപന പ്രാർത്ഥന. വിനയപൂർവ്വം വിശുദ്ധിയുടെ പാതയിലൂടെ നടന്ന് വിജയ കിരീടം ചൂടിയ പരിശുദ്ധ വിജയമാതാവേ, ഭക്തിപൂർവ്വം ഞങ്ങൾ ആലപിച്ച ഈ വിജയഗീതത്തോടൊപ്പം ഞങ്ങളുടെ ജീവിതങ്ങളെയും കാണിക്കയായി അമ്മയുടെ പാദങ്ങളിൽ അർപ്പിക്കുന്നു. ലോകം, പിശാച്, ശരീരം എന്നീ ശത്രുക്കൾക്കെതിരെ നിരന്തരം പോരാടുന്ന ഈ മക്കൾക്ക് ജീവിത സമരത്തിൽ വിജയം വരിക്കുവാനുള്ള കൃപ അങ്ങേ തിരുക്കുമാരിൽ നിന്ന് വാങ്ങിത്തരണമേ.
ലോകത്തിലെങ്ങും നന്മ വിജയിക്കുവാനും നന്മയെ കീഴ്പ്പെടുത്തുന്ന തിന്മയുടെ ശക്തികളെ ഇല്ലായ്മ ചെയ്യുവാനും ദുഷ്ടസർപ്പത്തിൻ്റെ തല തകർത്ത അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ജീവിതത്തിലെ വീഴ്ചകളിലും വിപത്തുകളിലും അമ്മയുടെ വിജയഗീതം ഞങ്ങൾക്കെന്നും കരുത്ത് പകരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.